അടുത്തെത്താൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതിരുന്നപ്പോഴോ വിസ ഇല്ലാത്തത് കൊണ്ട് പോലീസ് പിടിച്ചു. പോലീസ് തിരിച്ച് കേരളത്തിലേക്ക് പറഞ്ഞയച്ചപ്പോ ഇവിടെ വന്ന് പോലീസ് പിടിച്ചപ്പോ കൃത്യമായി അഷ്റഫ് പറഞ്ഞു, എനിക്ക് ഇന്ന ബന്ധമുണ്ട്. അതായത് അലിഗഡുമായി ബന്ധപ്പെട്ട സമര ജാഥയിലെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ വരികയാണ്. ഈ ജാഥയുടെ സമാപനം ഇവിടെയാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഈ അഷ്റഫ് എന്ന് പറയുന്ന പ്രതി, ആ പ്രതിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരത്തിലെല്ലാം രാജ്യദ്രോഹികളുമായി ബന്ധപ്പെട്ട കേസ്. എന്നാൽ അത് അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് കൊടിയേരി അടക്കമുള്ളവരാണ്. എന്തുകൊണ്ട്? അബ്ദുൽ നാസർ മദനി കുടുങ്ങിപ്പോയാൽ ആദ്യത്തെ പ്രതിയാവുക മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. അബ്ദുൽ നാസർ മദനി തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ, അദ്ദേഹത്തെ ആദരിക്കാൻ കൊടിയേരി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ കാണിച്ച ധൃതി മലയാളികൾക്ക് പരിചയമുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിരവധി കേസുകൾ, ഒന്നല്ല ഒരുപാട് കേസുകൾ രാജ്യത്തെ ഒതുക്കി തീർത്തതിൽ പ്രത്യേകമായി പരിശീലനം ലഭിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ സഖാവ് പിണറായി വിജയന്റെ കേസും ഇത്തരത്തിൽ ഒതുക്കി തീർക്കാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നിങ്ങൾ ആലോചിക്ക്, കൊടിയേരി ആഭ്യന്തരമന്ത്രി ആയപ്പോൾ തന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചില താല്പര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യൻ, അതാണ് കൊടിയേരി. രാജ്യം കണ്ട ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ, ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ തെരുവ് ഗുണ്ടകൾക്ക് സമാനമായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരാൾ, അയാളെ പിടിച്ച് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു. സകല തെമ്മാടിത്തരങ്ങൾക്കും, ഗുണ്ടായുസത്തിനും, പണം വെട്ടിപ്പിനും, എല്ലാ അധികാര ദുർവിനിയോഗത്തിനും കൊടിയേരി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ ഇയാൾ മുമ്പിൽ വെച്ചു. നിങ്ങൾ ആലോചിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ എന്തൊക്കെ കേസുകൾ വന്നു, ഏതൊക്കെ കേസുകൾ, ഏതെങ്കിലും ഒരു കേസിന് കൃത്യമായ തീർപ്പുണ്ടാക്കാൻ സാധിച്ചോ? നമുക്കറിയാം, ഒരു തന്ത്രിയുടെ കേസാണ് ആദ്യം വന്നത്. തന്ത്രിയെ പിടിച്ചപ്പോ ഒരു നിസ്സാരമായ വിഷയമായിരുന്നില്ല. ഈ തന്ത്രി അമ്പലങ്ങളിൽ പൂജ നടത്തി ഹിന്ദു സമൂഹത്തിന് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന ഒരു തന്ത്രി. ആ തന്ത്രിയെ പിടിച്ചപ്പോഴോ ഇയാൾ ഒരു കടുത്ത ആഭാസന, സകല വൃത്തികളുടെയും മൂർത്തിഭാവം, എല്ലാ വൃത്തികേടുകളും ഉണ്ട്. പെണ്ണുപിടി മാത്രമല്ല, വമ്പൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള ഒരാൾ, ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമയുടെ, റിയൽ എസ്റ്റേറ്റുകളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഏജന്റ്. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇയാളുടെ അധോലോക ബന്ധം വളരെ കൃത്യമായിരുന്നു. ഇത് കൃത്യമായി നീണ്ടു പല കഥകളും വന്നു. പത്രങ്ങൾ ഒരുപാട് എഴുതി. അവസാനം പറഞ്ഞു, ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളിൽ ആഭ്യന്തരമന്ത്രി ഇടമാകുണ്ട്. പിന്നെ തന്ത്രിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. തന്ത്രി ഇപ്പോഴും പൂജയുമായി കഴിയുന്നു. രാജ്യത്തെ ഇളക്കിമറിച്ച തന്ത്രി കേസ് എവിടെ എത്തിയെന്നോ, ആ തന്ത്രിക്ക് എന്ത് കുറ്റമാണ്, എന്ത് ശിക്ഷയാണ് കേരളത്തിലെ കോടതിക്ക് വിധിക്കാൻ പാകത്തിൽ ഇവിടുത്തെ പോലീസ് ആ തന്ത്രിയെ കുടുക്കിയത് എന്നതിനോ തെളിവില്ല. തന്ത്രിയുടെ കേസ് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞില്ല, അപ്പോഴേക്ക് വന്നു ലിസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോടക്കേസ്. ലിസിന്റെ കേസ് വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട വർത്തമാനം എന്തായിരുന്നു? ഇതിങ്ങനെ ഒരുപാട് വിവാദങ്ങൾ വന്നു, സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥ വന്നു. അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞു, ലിസ് ദേശാഭിമാനിയുടെ സമ്പടിച്ച് അസിസ്റ്റന്റ് മാനേജർക്ക് 1 കോടി കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു വാർത്ത വന്നു, ലിസ് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർക്ക് 2 കോടി കൊടുത്തു. അസിസ്റ്റന്റ് മാനേജർക്ക് 1 കോടി കിട്ടിയാൽ, ജനറൽ മാനേജർക്ക് 2 കോടി കിട്ടിയാൽ പത്രത്തിന്റെ മുതലാളി സഖാവ് പിണറായി വിജയന് എത്ര കോടി കിട്ടും? പക്ഷെ അതിന് കണക്കുണ്ടായിരുന്നില്ല. അവസാനം ലിസിന്റെ കേസ് ഒതുക്കി തീർത്തു. ലിസിന്റെ കേസ് ഒരു വിഷയമല്ലാതെ പോയി. അത് കഴിഞ്ഞ് ഇത്തിരി കഴിയും മുമ്പ് മറ്റൊരു കേസ് വന്നു, സാന്റിയാഗോ മാർട്ടിന്റെ കേസ്. എന്തായിരുന്നു സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയം? 800 കോടി ഉറുപ്പിക ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെന്ന് പറയുന്ന, രാജ്യം മുഴുവൻ പെട്രോളിന്റെ വില കുറച്ചപ്പോ ആ വില പോലും കൂടുതലാക്കി രാജ്യത്തിലെ ഖജനാവിലേക്ക് പണം കൂട്ടാൻ കൊള്ളപ്പണിയെടുക്കുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുമ്പിൽ 800 കോടി ഉറുപ്പിക നികുതി കൊടുക്കാനുള്ള സാന്റിയാഗോ മാർട്ടിനെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷിച്ചു. കാരണം സാന്റിയാഗോ മാർട്ടിന്റെ പണം പാർട്ടി സമ്മേളനങ്ങൾക്ക്, പാർട്ടി സെക്രട്ടറിക്ക്, പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, മന്ത്രിമാർക്ക് കിട്ടി. സാന്റിയാഗോ മാർട്ടിന്റെ കേസ് തീർന്നു. അത് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് മറ്റൊരു സന്യാസി. ഇവരുടെ ലക്ഷണക്കേട് തീർന്നില്ല. അത് കഴിഞ്ഞപ്പോ മറ്റൊരു സന്യാസി വന്നു, സന്തോഷ് മാധവൻ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആസ്തിയെ കുറിച്ച് പറഞ്ഞത് 2000 കോടി ഉറുപ്പിക എന്നാണ്. 2000 കോടി ഉറുപ്പിക എന്നാണ് മാതൃഭൂമി പത്രം എഴുതിയത്. രണ്ടാമത്തെ ദിവസം ദേശാഭിമാനി കേസ് വഴിതിരിച്ചു വിട്ടു.
എന്തായിരുന്നു? അദ്ദേഹം ഒരു വിഷയലംബടനായിരുന്നു. സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേസ് മാറി. അങ്ങനെ വന്നാൽ കേസ് എവിടെ വരെ എത്തും? അവസാനം 1.5 മാസം മുമ്പ് കേരള ഹൈക്കോടതി പറഞ്ഞു, എന്തെങ്കിലും ഒരു തെളിവുണ്ടോ സന്തോഷ് മാധവനെ ഇനിയും ഇങ്ങനെ ജയിലിലടക്കാൻ, റിമാൻഡ് ചെയ്യാൻ? 2000 കോടിയിലധികം സാമ്പത്തിക ആസ്തിയുണ്ട് എന്ന് പറഞ്ഞ സാന്റിയാഗോ മാറ്റ് ആസ്തിയുണ്ടെന്ന് പറഞ്ഞ സന്തോഷ് മാധവന്റെ കേസ് എന്തേ മാറിപ്പോയത്? സന്തോഷ് മാധവൻ ആഭ്യന്തരമന്ത്രി കോടിയേരിയുടെ മകന്റെ കല്യാണത്തിന് പങ്കെടുത്തിരുന്നു എന്ന ആരോപണമുണ്ടായി. അതിന്റെ കാസറ്റ് കൊടുക്കുമോ എന്ന ചോദ്യമുണ്ടായി. അതോടുകൂടെ സന്തോഷ് മാധവന്റെ കേസ് തീർന്നു. സന്തോഷ് മാധവന്റെ കേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴോ അത് വീണ്ടും വരുന്നു ശബരിനാഥൻ. ടോട്ടൽ ഫോർ യു എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ശബരിനാഥൻ വന്ന് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജ് കഴിഞ്ഞ ഒരു ചെറിയ കുട്ടി, അയാൾ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കൾക്ക് കണക്കില്ല. 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എടുക്കുക, 1.5 കോടിക്ക് മോഡിഫിക്കേഷൻ വരുത്തുക, 40 ലക്ഷം രൂപയുടെ കാർ എടുക്കുക, 20 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ വരുത്തുക. ഒരുപക്ഷെ സ്വർഗതുല്യത്തിനു സമാനമായി രാജ്യത്ത് സമ്പത്ത് കൊണ്ട് ആറാടി കളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഏറ്റവും വലിയ സാമ്പത്തിക ക്രിമിനൽ, രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ പണം തട്ടിച്ചെടുത്ത ഒരു വമ്പൻ ക്രിമിനൽ. അവസാനം ഇയാളുടെ ഗോഡൌണുകൾ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറകൾ ഇങ്ങനെ നിരന്നിരിക്കാൻ. ഓരോ കാർ ഇങ്ങനെ പിടിച്ചു. ഒരു കാർ കഴിഞ്ഞു, അടുത്ത കാർ കഴിഞ്ഞു. ഓരോ കാർ ഫോറിൻ കാറുകളാണ്. 30, 40, 50 ലക്ഷം രൂപയുള്ള കാറുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ പത്രക്കാരുടെ ക്യാമറ ഒരു കൊച്ചു കാർ കണ്ടു. എന്താണത്? സ്വിഫ്റ്റ് കാറാണ്. സ്വിഫ്റ്റ് കാർ 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപയാണ് കാറിന് വില. ആ കാറിൽ 5.5 ലക്ഷം രൂപയുടെ ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. ആവട്ടെ, അവസാനം പത്രക്കാർ ഈ കാറിന്റെ ഉറവ എവിടെയാന്ന് അന്വേഷിച്ചു. നോക്കുമ്പോ എറണാകുളത്തെ മാരുതി ഷോറൂമിൽ നിന്നാണ് സ്വിഫ്റ്റ് കാർ എടുത്തിട്ടുള്ളത്. ആരാ എടുത്തത്? ആഭ്യന്തരമന്ത്രിയുടെ മകൻ. ആഭ്യന്തരമന്ത്രിയുടെ മകൻ വാങ്ങിയ കാറ് രാജ്യത്തെ ഏറ്റവും വലിയ വെട്ടിപ്പ് വീരനായിട്ടുള്ള ശബരിനാഥിന്റെ ഗോഡൌണിൽ എങ്ങനെ എത്തി? ശബരിനാഥിന്റെ കേസ് കഴിഞ്ഞു. ശബരിനാഥിന്റെ കേസ് വിട്ടു. അങ്ങനെ എത്ര കേസുകൾ. ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടു, കുറ്റിപ്പുറത്ത് ഒരു മുസ്ലിയാരുടെ കോലം കെട്ടിയ ഒരു ശുദ്ധനായ സാമ്പത്തിക ക്രിമിനൽ, കള്ള പലിശക്ക് പണം കൊടുത്ത് ജീവിക്കുന്ന ഒരുത്തൻ, മുസ്ലിയാരുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇയാൾ കോടിക്കണക്കിന് ഉറുപ്പിക സമ്പാദിച്ചു. പേര് നൂറ് എന്നാണ്. ഞാൻ പറഞ്ഞു, ഇയാളുടെ സ്വഭാവം വെച്ച് 100 അല്ല, കോടി നിടുന്നതാണ് നല്ലത്. ആജാതി പേരുള്ള ഒരു കാട്ടുകൊള്ള മുസ്ലിയാരുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒരു ക്രിമിനൽ, അയാളുടെ കേസ് എന്തായി? അതിന്റെ കേസ് എവിടെ എത്തി? അയാൾ ഇപ്പോഴും ഇറങ്ങി നടക്കുന്നു. കോടികളുടെ കണക്കുകൾ കണ്ടെത്തിയ ഒരൊറ്റ സാമ്പത്തിക ക്രിമിനലുകളെയും കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കോടിയേരി വന്നതിനു ശേഷം പിടിച്ചിട്ടില്ല, കൈകാര്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാത്? കാരണം അത്രയേറെ സാമ്പത്തികമായ ആർത്തിയുള്ള മന്ത്രിമാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായി സാമ്പത്തിക ആർത്തിയുള്ള തുറയുള്ള ഒരുപാട് മന്ത്രിമാരുടെ കുടുംബങ്ങൾ. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണങ്ങൾ ആലോചിച്ച് നോക്ക്. ആദ്യം തന്നെ ഈ ഗവൺമെന്റ് വന്നപ്പോ ഉണ്ടായിരുന്ന വാദം എന്താണ്? 10-20ഓളം ബെഡ്റൂമുകളുള്ള ഒരു വലിയ കൊട്ടാര സദൃശമായ ഒരു മാളികയാണ് കോടിയേരിക്ക് താമസിക്കാൻ കൊടുത്തത്. ആ മാളികയിൽ അത് ഭംഗി വരുത്താൻ 17 ലക്ഷം രൂപ ചെലവഴിച്ചു. അതിനെക്കുറിച്ചുള്ള വിവാദം വന്നു. ഭാര്യയായിരുന്നു അത്ര നിർബന്ധിച്ചത്. അവിടെ എന്നത് വേണം, ഇന്ന സപ്രപഞ്ച കട്ടിൽ വേണം, ബാത്റൂമിൽ എന്താണ് ഹാങ്ങിങ് ക്ലോസറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയുടെ മെമ്പറുടെ ഭാര്യ. മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, സഖാബ് പിണറായി വിജയനെ ആദരിച്ചു കൊണ്ടുവരാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ക്രിമിനലിസം മുഴുവൻ നിങ്ങൾ നടത്തുമ്പോ, സാമ്പത്തിക കുറ്റവാളികളുമായി നിങ്ങൾ കൈകോർക്കുമ്പോ, കോടാനുകോടി രൂപയുടെ തട്ടിപ്പുകൾ നടത്തുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, എവിടുന്ന് തുടങ്ങിയതാണ്? നിങ്ങൾ ഓർക്കാറുണ്ടോ? സഖാബ് കൃഷ്ണപിള്ളയുടെ പാർട്ടിയാണ്. താടി പഠിച്ചതിന്റെ പണം കൊടുക്കാൻ കയ്യിലില്ലാഞ്ഞിട്ട് 2 അണ 10 ഉറുപ്പ്യല്ല, അല്ലെങ്കിൽ 2 ഉറുപ്പ്യല്ല, 2 അണ കയ്യിലില്ലാഞ്ഞിട്ട് ഈ കത്തിയെടുത്ത് കൈ കൊടുത്തിട്ട് ബാർബർ പറഞ്ഞു, വരുന്നവന്റെ ചരച്ചു കൊടുക്ക്, അങ്ങനെങ്കിലും മുതലാവട്ടെ. സഖാബ് കൃഷ്ണപിള്ളയുടെ രക്തം കൊണ്ട് കെട്ടിപ്പടുത്ത പാട്ട്. ചെരുപ്പ് തുന്നാൻ 2 അണ കയ്യിലില്ലാത്തതിന്റെ പേരിൽ അതൊരു കടലാസിൽ പൊതിഞ്ഞിട്ട് കിലോമീറ്ററുകളോളം നെറ്റപാതനായി നടന്ന സഖാബ് AKGയുടെ പാട്ട്. ആ പാർട്ടിയുടെ നേതാക്കന്മാർ രാജ്യം കണ്ട ഏറ്റവും വലിയ അടിമതിയുടെയും കൊള്ളരുതായ്മയുടെയും വൃത്തികേടുകളുടെയും മൂർത്തിഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മന്ത്രിമാര് നേരത്തെയും കക്കാറൊക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബടക്കി കള്ളത്തരത്തിന് ഇറങ്ങുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ മന്ത്രിസഭ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം കേസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന 2 വിവാദം, ആഭ്യന്തരമന്ത്രി കോടിയേരി, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ, ഇവരുടെ മക്കളുമായി ബന്ധപ്പെട്ട വിവാദം. ഷാരി എന്ന പെൺകുട്ടി മരിച്ചു. അതുപോലെ തന്നെ അനഘ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു സംഭവം? 3 മന്ത്രി
മന്ത്രിമാരുടെ മക്കൾക്ക് കൃത്യമായി ഇതിൽ പങ്കാളിത്തമുണ്ടെന്ന് വന്നു. ഷാരിയുടെ മരണമുണ്ടായപ്പോ ആഭ്യന്തര ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറെ പത്രക്കാർ വിളിച്ചു. നിങ്ങളൊന്ന് കാണണം, ഒരു അഭിമുഖത്തിന് വേണ്ടിയാണ്. ശ്രീമതി ടീച്ചർ പറഞ്ഞു, എനിക്ക് വയ്യ, എന്റെ മകന് ടൈഫോയിഡ് പിടിച്ചിട്ട് ഞാൻ മകന്റെ തലക്കുമ്പാത്തിരുന്നിട്ട്